ലൈഫിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ലൈഫിന്റെ ഈ സെഷനിൽ ഇന്ന് അനാവരണം ചെയ്യപ്പെടുന്നത് ആത്മീയത എന്നുള്ള ഒരു വിഷയമാണ്. പുറമേയുള്ള ആചാരാനുഷ്ഠാനങ്ങളാണോ ആത്മീയത എന്നൊരു ചോദ്യമുണ്ട്. അതോ ശീലങ്ങളാണോ അതോ പാരമ്പര്യങ്ങളാണോ എന്ന ചോദ്യങ്ങൾ വേറെയുണ്ട്. നമുക്കറിയാമല്ലോ, പല കാരണങ്ങൾ കൊണ്ടും ഒരു സഭ വിട്ട് വേറൊരു സഭയിലേക്ക് പോകുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാല്, ഇവിടെ 3 പാട്ട് ആരംഭത്തിലുണ്ടെങ്കിൽ അവിടെ 3 പാട്ട് ആരംഭത്തിലുണ്ട്. ഇവിടെ ഒരു സങ്കീർത്തന വായന ഉണ്ടെങ്കിൽ അവിടെ ഒരു സങ്കീർത്തന വായനയുണ്ട്. ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട്, അവിടെ ഒരു മെസ്സേജ് ഉണ്ട്. അപ്പോ ഇവിടെ അവിടെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കാര്യപരിപാടികൾക്ക്. അതുകൊണ്ട് എന്താണ് പിന്നെ കുഴപ്പം എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിക്കും. അപ്പൊ ഇതിലെ സത്യം ഏതാണ് എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യർ കാണുന്ന കാര്യങ്ങളാണോ അതോ അതിന്റെയൊക്കെ അടിയിലുള്ള അന്തരീനമായ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങളാണോ? സാക്ഷാൽ ആത്മീയത എന്ന് പറയുന്ന ഒരു വസ്തുത ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കും അത്? ചിലരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള നില അതൊരു ആത്മീയതയുടെ ഒരു വിഷയമാണ്. അത് നിന്നുകൊണ്ട് വേണോ, മുട്ടിമേ നിൽക്കണോ, അതോ ഇനി എന്താണ് തല കുമ്പിട്ട് കീഴോട്ട് കുനിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണോ, അതോ തല മേലോട്ട് നോക്കി ആകാശത്തെ നോക്കി പ്രാർത്ഥിക്കണോ, കൈ ഉയർത്തി പ്രാർത്ഥിക്കണോ, അതോ 2 കൈ താത്തി വെച്ച് പ്രാർത്ഥിക്കണോ, 1 കൈ മാത്രം ഉയർത്തണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇരിക്കുന്ന രീതി, അതുപോലെ അത് നിലത്ത് പായൽ തമ്പ്രം പണിച്ചിരിക്കണോ, അതോ മുകളിൽ കസേരയിൽ ഇരിക്കണമോ, അതോ മറ്റേതെങ്കിലും നിലയിലിരിക്കാമോ? അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. പ്രോഗ്രാമുകളുടെ കാര്യത്തിലെടുക്കുകയാണെങ്കിൽ അതിലെ എത്ര പാട്ടുകളാകാം, എത്ര പ്രാർത്ഥനകളാകാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണോ ആത്മീയത നിശ്ചയിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അപ്പോൾ മനുഷ്യർ കാണുന്ന കാര്യങ്ങളാണോ ആത്മീയത എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അതോ കാണാത്തതാണോ? ആത്മീയത എന്ന വിഷയത്തെ നിശ്ചയിക്കുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? സാക്ഷാൽ ആത്മീയത എന്ന് പറയുന്ന ഒന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? നമുക്കറിയാമല്ലോ, കർത്താവ് പലപ്പോഴും പരീശന്മാരോട് ഏറ്റുമുട്ടേണ്ടി വന്ന ഒരു വിഷയം അവരുടെ ആത്മീയത. കപടഭക്തിക്കാരെ എന്ന് വിളിച്ച് കർത്താവ് എത്രയോ പ്രാവശ്യം അവരെ എൻകൗണ്ടർ ചെയ്യുന്നു നമുക്കറിയാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചാല് കർത്താവ് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയിട്ട് കർത്താവ് എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞതായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോ കർത്താവ് അവരിൽ കണ്ടത് കപടഭക്തിയാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കപട ആത്മീയതയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വാസ്തവമല്ലേ? ആചാരാനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങുന്നതായിരുന്നു സാക്ഷാൽ ആത്മീയതയെങ്കിൽ പരീശന്മാരുമായ കർത്താവിനെ ഏറ്റുമുട്ടേണ്ടി വരുമായിരുന്നില്ല എന്ന് നമുക്ക് പറയാമല്ലോ, അല്ലെ? ഈ വിഷയമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുവാൻ തക്കോണം പോകുന്നത്. നമുക്ക് ഈ വിഷയം അവതരിപ്പിക്കുന്നത് ചിന്തകനും വാഗ്മിയും ഒക്കെ ആയിട്ടുള്ള PCB എന്ന ഓവന് പേര് നമ്മൾ വിളിക്കുന്ന ശ്രീമാൻ ബെന്നി PC അവറുകളാണ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. നമുക്കിങ്ങനെ ഒരു ആഴ്ച കൂടി ഒരുമിച്ച് ചേരാൻ, ദൈവത്തിൽ നിന്ന് ചിന്തിക്കാൻ ലഭിച്ച അവസരം വളരെ വിലയേറിയ അവസരമായിട്ട് കാണിക്കുകയും അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വിഷയം അതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തത് ദൈവത്തിൻ്റെ ആത്മീയതയും മനുഷ്യന്റെ ആത്മീയതയും എന്നാണ്. അത് വായിക്കുമ്പോൾ ഒരു ചെറിയ സംശയം പലർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യം ആ വിഷയം കണ്ടപ്പോൾ എനിക്കും ആ സംശയം ഉണ്ടായിരുന്നു. എന്താണ് ഈ വിഷയമെന്ന്? ദൈവത്തിൻ്റെ ആത്മീയത, മനുഷ്യന്റെ ആത്മീയത. ദൈവം ആത്മീയനാണോ? ദൈവം ആത്മീയനല്ലേ? മനുഷ്യൻ ആത്മീയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ മനസ്സിലേക്ക് വരും. എന്നാൽ യഥാർത്ഥ ആത്മീയത എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയത്തിൽ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനെ മനസ്സിലാക്കാനാണ് ദൈവത്തിന്റെ ആത്മീയത എന്നും മനുഷ്യന്റെ ആത്മീയത എന്നും അതിനെ 2ആയി വേർതിരിച്ച് കാണിച്ചത്. ഈ ആത്മീയൻ എന്നുള്ള ഒരു വാക്ക്, അല്ലെങ്കിൽ ആത്മീയത എന്നുള്ള വാക്ക് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. ഒരുപാട് ഉപയോഗിക്കുന്ന വാക്കുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഭാരതീയ സങ്കല്പത്തില് ആത്മീയതയ്ക്ക് വലിയ ഒരു സ്വാധീനമുണ്ടല്ലോ. ആത്മീയതയുടെ വിളനിലമാണ് ഭാരതം എന്ന് പറയാറുണ്ടല്ലോ. പണ്ട് മുതലേ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ
ആത്മീയ കാര്യങ്ങൾ നല്ലതാണെന്നും ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ശ്രേഷ്ഠമാണെന്നും ആത്മീയത ഏറ്റവും നല്ല ഒരു ജീവിത പന്ഥാവാണെന്നും ഒക്കെ ചിന്തിക്കുന്ന ധാരാളം പേര് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ആളുകളെ, ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ, അങ്ങനെ സന്യാസ ജീവിതം നയിക്കുന്ന ആളുകളെ ഇന്നത്തെ കാലത്തും ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും, അവർ ജീവിതത്തിൽ ഉപേക്ഷിച്ച പല കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാനും വായിക്കാനും ഒക്കെ ഉണ്ട്. അപ്പൊ ആത്മീയത എല്ലാ കാലത്തും വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. ഒരു ജീവിത ശൈലിയായി, ഒരു ജീവിത പന്ഥാവായി ഒക്കെ ആത്മീയതയെ കാണുന്ന ആളുകളുണ്ട്. എന്നാൽ ക്രൈസ്തവ ഗോളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട കർത്താവിനെ രക്ഷിതാകർത്താവായി സ്വീകരിച്ച ആളുകൾ എന്നുള്ള നിലയിൽ ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആത്മീയത എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? എന്താണ് ദൈവം ഉദ്ദേശിക്കുന്ന ആത്മീയത? പൊതുവെ നമ്മൾ ധരിച്ചിരിക്കുന്ന ആത്മീയതയും അത് തമ്മിൽ വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് നമുക്ക് അതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? നാം നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ആത്മീയൻ എന്നുള്ള വാക്ക് അത് ആത്മാവിനെ സംബന്ധിച്ചുള്ള വാക്കാണ് എന്ന് നമുക്കറിയാമല്ലോ. അതിൽ നിന്നാണ് ആ വാക്ക് വരുന്നത് തന്നെ. അപ്പോ ആത്മീയത എന്ന് പറയുമ്പോൾ ആത്മാവുമായി ബന്ധപ്പെട്ടത് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ആത്മാവിനെ കുറിക്കുന്നത്, ആത്മാവിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്നിരിക്കുന്നത് തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ അതിന് നമുക്ക് നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റ് മതങ്ങളും ചുറ്റുമുള്ള പല ജീവിത പന്ഥാവുകളും ഒക്കെ ആത്മീയതയുടെ പുതിയ പല വിധത്തിലുള്ള വേഷപ്പകർച്ചകളൊക്കെ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ ക്രൈസ്തവ ഗോളത്തിലും ഇതുപോലെ തന്നെയാണോ കാര്യങ്ങൾ? ഇതിന് സമാനമാണോ കാര്യങ്ങൾ? അവിടെ ഇതേപോലെയുള്ളൊരു വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ അവിടെ ആത്മീയത എന്ന് വെച്ചാൽ അത് ശരിയായിട്ടുള്ള ആത്മീയത തന്നെയാണോ ഇപ്പോഴും എന്നൊക്കെ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 3-ാമത്തെ അധ്യായം 5-ാം വാക്യത്തില്, 2 തിമോത്തിയോസ് 3:5 ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവർ എന്ന് ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. They will maintain the outward appearance of religion but will have repudiated its power എന്നാണ് ന്യൂ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അതിന് പറഞ്ഞിരിക്കുന്നത്. ഹാവിങ് എ ഫോം ഓഫ് ഗോഡ്ലിനെസ് ബട്ട് ഡിനൈയിങ് ഇറ്റ്സ് പവർ. അപ്പൊ ഒരു ഭക്തിയുടെ വേഷവും അതിന്റെ പുറമേയുള്ള എല്ലാ പ്രത്യേകതകളും ഉണ്ടാവുകയും എന്നാൽ ഉള്ളിൽ അതിന്റെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ശക്തി ഇല്ലാത്ത, ശക്തി നഷ്ടപ്പെട്ട, ശക്തിയെ ഉപേക്ഷിച്ച, ത്യജിച്ച ഒരു കൂട്ടം പ്രവൃത്തികളായിട്ട് അല്ലെങ്കിൽ ഒരു ജീവിതമായിട്ട് അത് തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുകയാണ്. അത് വിശ്വാസികൾക്ക് എഴുതിയ എഴുത്താണ്. വിശ്വാസികൾക്ക് പരിശോധിക്കാനും ചിന്തിക്കാനും നൽകിയ ഒരു വചനമാണ്. അതിൽ പറയുകയാണ് ഭക്തിയുടെ വേഷം ധരിക്കുകയും എന്നാൽ അതിന്റെ ശക്തി ത്യജിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നാണ്. അപ്പോ അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കാര്യം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രൈസ്തവ ഗോളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നതിന് സംശയമില്ല. അപ്പോ ഈ വേഷം, ഭക്തിയുടെ വേഷം ഉണ്ടായിരിക്കുകയും എന്നാൽ അതിന്റെ യഥാർത്ഥ ശക്തി നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു ജീവിത രീതി അത് വിശ്വാസികളുടെ ഇടയിലും സാധ്യമാണ്. അത് ഇപ്പോൾ തന്നെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചു പോകാനായിട്ടുള്ള അപകടമുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വളരെ ചിന്തിക്കുകയും അങ്ങനെയുള്ള സാധ്യതകളെ തിരിച്ചറിഞ്ഞ് മാറ്റേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി വ്യത്യാസപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഇന്നത്തെ കാലം, പ്രത്യേകിച്ച് ഈ AI കാലഘട്ടം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫേക്കുകൾ നടക്കുന്ന കാലമാണ്. നമ്മൾ ഡീപ്പ് ഫേക്ക് എന്നൊക്കെ പറയുന്ന പുതിയ സംവിധാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഡീപ്പ് ഫേക്ക് വീഡിയോസ് ഒക്കെ ഇറങ്ങുന്ന കാലമാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ എല്ലാ സമാനതകളോടും കൂടി ആ വ്യക്തി ഒറിജിനലായിട്ട് നിന്നാൽ എന്തൊക്കെ പറയുമോ, എന്തൊക്കെ പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ടോ അതേപോലെ തന്നെ സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന വീഡിയോകൾ, പ്രവർത്തിക്കുകയും ചെയ്യുന്ന വീഡിയോകളൊക്കെ ഇറക്കി അപ്പോൾ കണ്ടാൽ ആ വ്യക്തി ശരിക്കും ചെയ്തതാണ് എന്ന് എല്ലാ നിലയിലും തോന്നിപ്പിക്കും. പക്ഷെ അത് വളരെ ഡീപ്പ് ഫേക്കാണ്.
വളരെ ആഴത്തിൽ അത് വഞ്ചനാപരമായിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ച് കമ്പ്യൂട്ടർ വിദഗ്ധർ അല്ലെങ്കിൽ AI ടൂളുകൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരികയും സാങ്കേതിക വിദ്യ കൂടുതൽ പുരോഗമിക്കും തോറും ഇത് ശരിയാണോ തെറ്റാണോ, ഇത് ഫേക്ക് ആണോ അല്ലയോ എന്നൊക്കെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടായിട്ട് തീരുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് വാട്സാപ്പിന്റെയും സമൂഹ മാധ്യമങ്ങളുടെയും ഒക്കെ വലിയ പ്രചാരമുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അത്തരത്തിലുള്ള നിരവധി വാർത്തകളായാലും വീഡിയോകളായാലും സംഭവങ്ങളായാലും ഒക്കെ കൊടുക്കുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് എല്ലാ തരത്തിലും ശരിയെന്ന് തോന്നിക്കും, യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കും, തിരിച്ചറിയാനായിട്ട് ഏറെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന്റെ ആഴത്തിലുള്ള പരിശോധനയിൽ അത് തെറ്റാണ്, വ്യാജമാണ് എന്ന് തെളിയുന്നു. അപ്പൊ അങ്ങനെ ഒരവസ്ഥ നമ്മുടെ കാലഘട്ടത്തിൽ വളരെ വ്യാപകമായിട്ട് നടക്കുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർക്കാം. അപ്പോ യഥാർത്ഥ ആത്മീയത എന്താണ്, അല്ലെങ്കിൽ ദൈവം വിഭാവന ചെയ്ത ആത്മീയത എന്താണ്, ആ ആത്മീയത നമുക്ക് കൈമോശം വന്നു പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആരാണ് ആത്മീയൻ എന്നുള്ള ചോദ്യം ചോദിച്ചാല് നമുക്ക് അവിടെ വെച്ച് ആരംഭിക്കാം. ആരാണ് ആത്മീയൻ എന്നുള്ള ചിന്ത ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമോസ് എന്ന വളരെ പണ്ഡിതനായ ഒരു പരീശനായ യഹൂദ മത രീതികളിൽ വളരെ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന രംഗം നമുക്കെല്ലാം പരിചയമുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം കർത്താവിനെ കാണാനായിട്ട് വരികയും കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടാണ് അവർ തമ്മിലുള്ള സംഭാഷണം ആരംഭിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരമായിട്ട് കർത്താവ് ഒറ്റയടിക്ക് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവന നിക്കോദേമോസിനോട് പറയുന്നു. അത് നമുക്ക് പരിചയമുണ്ട്. കർത്താവ് പറയുന്നത് വീണ്ടും ജനനത്തെ കുറിച്ചാണ്. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ള കർത്താവിന്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് നിക്കോദേമോസ് കേൾക്കുന്നത്. നിക്കോദേമോസിന് വല്ലാത്ത ഒരു ഞെട്ടലായി, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് നിന്നു എന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവ് താഴേക്ക് വിശദീകരണം കൊടുക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് പരിചയമുള്ളതുകൊണ്ട് അതിലേക്ക് ഒരുപാട് സമയമെടുക്കാതെ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. അപ്പോ ദൈവാത്മാവിലൂടെ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിനടുക്കിലേക്ക് പോകുന്നത്. അവനാണ് ശരിയായിട്ടുള്ള ആത്മീയൻ എന്നാണ് കർത്താവ് പറയുന്നത്. അതാണ് ആത്മീയത എന്നാണ് കർത്താവ് പറയുന്നത്. വാസ്തവത്തിൽ ഈ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും അവരുടെ നാട്ടിൽ ഒരു ആത്മീകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അദ്ദേഹം ഒരു മത നേതാവാണ്, പണ്ഡിതനാണ്, പരീശനാണ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘത്തിലെ അംഗമാണ്. അവരുടെ പാരമ്പര്യങ്ങളെ കുറിച്ച്, ആചാര രീതികളെ കുറിച്ചൊക്കെ തികച്ചും അറിയാവുന്ന മനുഷ്യനാണ്, ജനസമ്മതനായിട്ടുള്ള വ്യക്തിയാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല, തോന്നിവാസം ചെയ്ത് നടക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു ആളല്ല. അദ്ദേഹം മോശമായിട്ട് ജീവിക്കുന്നു എന്നുള്ള പരാതികൾ ഉണ്ടാവുകയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുകയില്ല. അപ്പോൾ എല്ലാം കൊണ്ടും മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു നല്ല ആത്മീകനായിട്ടുള്ള മനുഷ്യൻ എന്നുള്ള നിലയിൽ ഉള്ള പേരിന് അർഹനായ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശേഷണത്തിന് യോജിച്ച ഒരു മനുഷ്യനാണ് നിക്കോദേമോസ്. പക്ഷെ നിക്കോദേമോസ് കർത്താവിന്റെ അടുക്കിലേക്ക് വരികയും കർത്താവ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോവുകയാണ് കർത്താവിന്റെ പ്രസ്താവന കേട്ടിട്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞത് ഇതൊരു പുതിയ സംഭവമാണ്, നീ ഇതുവരെ കണ്ടതും കേട്ടതും നീ ഇതുവരെ പരിചയിച്ചതുമായിട്ടുള്ള ഒരു രീതിയല്ല. ഇതൊരു പുതിയ ജന്മം, ഒരു പുതിയ ജനനം ആണ്, ഒരു പുതിയ തുടക്കമാണ്. അത് ഒരു വളരെ സവിശേഷമായ നിലയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. അങ്ങനെ പോകുന്നവർക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നിനക്ക് പരിചയമുള്ളതും നീ ജീവിച്ചതും നീ ചെയ്തു പോരുന്നതുമായിട്ടുള്ള രീതികളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത തികച്ചും പുതിയതും നൂതനവുമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോ കർത്താവ് പിന്നീട് പറയുന്നുണ്ട് ആത്മാവിൽ ജനിക്കുന്നതിനെ കുറിച്ച്. കർത്താവ് നിക്കോദേമോസിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കുന്ന വ്യക്തികൾ അവരാണ് ആത്മീയർ, അല്ലെങ്കിൽ അവരാണ് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നത്. അവരുടെ ജീവിതത്തെയാണ് ആത്മീയമായിട്ടുള്ള ജീവിതം എന്ന് വിശേഷിപ്പിച്ച് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്.
അപ്പോ ആരാണ് ആത്മീയൻ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം: ദൈവത്തിന്റെ ആത്മാവിനാൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാൻ, സ്വന്തം ജീവിതത്തെ പരിശോധിക്കാൻ, സ്വന്തം പാപ അവസ്ഥയെ തിരിച്ചറിയാൻ, അത് ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായിട്ട് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നടത്തിയ യാഗത്തെ സ്വീകരിച്ച് ദൈവാത്മാവിനാൽ ജീവിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു വ്യക്തി, അതിന് അവസരം കിട്ടിയ ഒരു വ്യക്തി, അവനാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് ആത്മീയൻ. ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ച ഒരു വ്യക്തി, അവനാണ് ആത്മീയൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ അതാണ് ആത്മീയതയുടെ ആരംഭം അല്ലെങ്കിൽ തുടക്കം എന്ന നിലയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ കാണാനായിട്ട് സാധിക്കുക. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ജീവിക്കുമ്പോൾ ആത്മീയനാണോ, അല്ലെങ്കിൽ യഥാർത്ഥ ആത്മീയനാണോ, ദൈവം വിഭാവന ചെയ്ത ആത്മീയത ഉള്ളവനാണോ, അല്ല മനുഷ്യർ ചിന്തിക്കുന്ന പോലെയുള്ള ആത്മീയതയാണോ ഉള്ളത് എന്നുള്ള ഒരു വ്യത്യാസം മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെയ്യുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് ഒരുപാട് സമാനതകൾ ഈ രണ്ടു കൂട്ടരും തമ്മിലുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യരുടെ ദൃഷ്ടിയിൽ മാത്രം ആത്മീയനായിട്ടിരിക്കുകയും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യത മനുഷ്യരുടെ ജീവിതത്തിൽ അങ്ങനെ തുടരുകയാണ്. അപ്പൊ ആ തുടർച്ച, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കർത്താവ് മലയിലെ പ്രസംഗത്തിൽ നടത്തിയ ചില സംഭാഷണങ്ങൾ, ചില പ്രസ്താവനകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. കർത്താവ് മലയിലെ പ്രസംഗത്തിൽ ഈ കാര്യം വ്യക്തമാക്കാനായിട്ട് ചില ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. മലയിലെ പ്രസംഗം തന്നെ നമുക്കറിയാമല്ലോ, അത് വളരെ സവിശേഷമായിട്ടുള്ള ചില പ്രസ്താവനകളാണ് കർത്താവ് അതിന് തുടക്കത്തിൽ തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ ചില പ്രസ്താവനകൾ കർത്താവിനെ പറയണം. ആത്മാവിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ ഇങ്ങനെയുള്ള ഈ ഭാഗ്യ വർണ്ണന, ഈ ബിയാറ്റിറ്റ്യൂഡ്സ് അങ്ങനെ പറഞ്ഞ ശേഷം കർത്താവ് മുന്നോട്ട് പോവുകയാണ്. അപ്പോ നമുക്ക് ഈ മലയിലെ പ്രസംഗം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. മലയിലെ പ്രസംഗം ചില നിർദ്ദേശങ്ങളാണോ അതോ ചില പ്രസ്താവനകളാണോ എന്നുള്ള ചോദ്യമുണ്ട്. എന്തായാലും അവിടെ ചില ഇൻഡിക്കേറ്റീവ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ, ചില വസ്തുതകൾ പ്രസ്താവന രൂപത്തിൽ പറയുന്ന ചില ജീവിത സാഹചര്യങ്ങളെ, ജീവിത ഭാവങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ അവിടെയുണ്ട്. അതേപോലെ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇമ്പരേറ്റീവ്സ് ആയിട്ടുള്ള ചില കാര്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റീവ് സ്വഭാവമുള്ള കാര്യങ്ങളും അതേപോലെ ഇമ്പരേറ്റീവ് സ്വഭാവമുള്ള കാര്യങ്ങളും ഉണ്ട്. എന്നാൽ കർത്താവ് ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ആത്മീയന്റെ അവസ്ഥയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, അവൻ എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ സൂചനാ സ്വഭാവം, അവൻ ആരാണ് എന്നതിനെ കാണിക്കുന്ന, അവന്റെ പ്രത്യേകതകളെ വ്യക്തമാക്കുന്ന പ്രസ്താവനകളായിട്ടാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക. പിന്നെ വേറെ ചില കാര്യങ്ങൾ അവൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിർദ്ദേശക രൂപമുള്ള, ആജ്ഞാസ്വരൂപത്തിലുള്ള ചില കാര്യങ്ങൾ വേറെയും ഉണ്ട് താനും. എങ്കിലും അധികം പറഞ്ഞ കാര്യങ്ങളും ഒരു ആത്മീയൻ ആരാണ് എന്നതിന്റെ തെളിവായിട്ട് കർത്താവ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് കർത്താവ് പോവുകയാണ്. അപ്പോൾ ഒരു യഥാർത്ഥ ആത്മീയൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആത്മാവിന്റെ ദാരിദ്ര്യം എന്നുള്ള സവിശേഷത ഉള്ള വ്യക്തിയാണ്. അതേപോലെ അവൻ ദുഃഖിക്കുന്നവനാണ്, അവൻ സൗമ്യതയുള്ളവനാണ്, അവൻ നീതിക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവനാണ്, അവൻ കരുണയുള്ളവനാണ്. അങ്ങനെയാണ് യഥാർത്ഥ ആത്മീയതയുടെ സവിശേഷതകൾ, അതിന്റെ ഇൻഡിക്കേറ്റീവ്സ് ആയിട്ട് കർത്താവ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നീട് അങ്ങനെ താഴേക്ക് പോയി 5-ാം അധ്യായം കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി സങ്കീർണമായ ചില കാര്യങ്ങൾ കൂടി കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ചില പ്രത്യേകതകളാണ് അവിടെ ഉള്ളത്. അവിടെ കർത്താവ് 2 തരം എന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 വഴികളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അതേപോലെ 2 വൃക്ഷങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. 2 വീടുകളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ചില താരതമ്യങ്ങൾ, എന്ന് വെച്ചാൽ സമാനതയുള്ളതും എന്നാൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ ഉള്ളതുമായിട്ടുള്ള 2 കാര്യങ്ങളെ കുറിച്ച് കർത്താവ് ചേർത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും. 2 വഴികളെ കുറിച്ച് കർത്താവ് പറഞ്ഞു. 2 വഴികളാണ്. ഒന്ന് വിശാലതയുള്ള വഴി, മറ്റേത് ഇടുങ്ങിയ ഒരു വഴി. അതേപോലെ 2 തരം പ്രവാചകന്മാർ, അതില് അവര്
ഒരു കൂട്ടം ശരിയായ രീതിയിൽ ചെയ്യുന്നു, മറ്റേ കൂട്ടം കള്ളപ്രവാചകന്മാരാണ്. രണ്ടു തരം വൃക്ഷങ്ങൾ, രണ്ടിനും ഫലങ്ങളുണ്ട്, രണ്ടിലും ഫ്രൂട്ട്സ് ഉണ്ട്, പക്ഷെ അതിന്റെ പ്രത്യേകതകൾ വ്യത്യാസമാണ്. അതേപോലെ രണ്ടു കൂട്ടം ജീവിത രീതികൾ കർത്താവ് പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അവർ സമാനമായിട്ട് ചെയ്യുന്നു. അവര് വലിയ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് പലതും. പക്ഷെ അവർ ചെയ്യുന്നതിന്റെ അവസാനം അതിനെ പരിശോധിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് അതിന്റെ അന്തസത്ത വ്യത്യാസമായിട്ട് വെളിപ്പെടുകയാണ്. രണ്ട് വീടുകളെ കുറിച്ച് കർത്താവ് പറയുന്നു. രണ്ടു തരം വീടുകൾ. ആ വീടുകൾ പണിയുന്നത്, വീടുകൾ എന്ന് വെച്ചാൽ ജീവിതങ്ങൾ തന്നെയാണ്. ജീവിതങ്ങൾ പണിയുന്നതിനെ കുറിച്ചാണ്. ജീവിതങ്ങൾ പണിയുന്ന രണ്ട് വ്യക്തികൾ, അവരുടെ ജീവിതങ്ങൾ അതിനെ പരിശോധിക്കുമ്പോൾ അവസാനം ഒന്ന് തകരുന്നു, ഒന്ന് നിലനിൽക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കർത്താവ് അങ്ങനെ ആ ഒരു വലിയ വ്യത്യാസത്തെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങളെ പരിശോധിക്കുമ്പോഴും നമുക്ക് ചില വളരെ പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. അപ്പൊ തുടക്കം ആത്മാവിനാൽ തുടങ്ങുന്ന ആളുകൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അത് ആത്മാവിനാൽ തന്നെയാണോ ജീവിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുവൻ ആത്മീയനാണോ അല്ലെങ്കിൽ ആത്മീയനല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. തീരുമാനം തീർച്ചയായിട്ടും കർത്താവിന്റെ തീരുമാനമാണ്. നമ്മളല്ല അത്തരത്തിലുള്ള വിധി പ്രഖ്യാപിക്കുന്നത്. കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ് അത് നടക്കുന്നത്. അത് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കർത്താവിന്റെ അടുക്കൽ നിൽക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് കർത്താവ് പറയുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തെ വ്യത്യാസമാക്കി തീർക്കുന്നത് കർത്താവ് പറഞ്ഞ ഈ സവിശേഷതകൾ ആണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോ ഈ മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഒന്ന് രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ ഒറ്റയടിക്ക്, നമ്മൾ സാധാരണ പറയുമ്പോൾ അങ്ങനെയാണ്, ഒരു കൂട്ടം രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ, മറ്റേ കൂട്ടം രക്ഷിക്കപ്പെട്ട ആൾക്കാർ, രക്ഷിക്കപ്പെട്ട ആൾക്കാർക്കെല്ലാം ഒരേപോലത്തെ പ്രത്യേകത, രക്ഷിക്കപ്പെടാത്ത ആൾക്കാരെല്ലാം മറ്റേ കൂട്ടത്തിൽ. അങ്ങനെയാണ് പൊതുവെ നമ്മൾ അതിനെ പറഞ്ഞു പോകാറ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാല് ഒരു കൂട്ടം ആളുകൾ വളരെ മോശമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, മറ്റേ കൂട്ടം ആൾക്കാർ നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. നല്ലതെന്ന് വെച്ചാൽ പൊതു ചിന്ത അനുസരിച്ച് നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. ഒരാള് മാന്യനായിട്ടുള്ള വ്യക്തി, മറ്റേ ആൾ തെമ്മാടിയായിട്ടുള്ള വ്യക്തി, ഒരാള് കറുപ്പ്, മറ്റേ ആൾ വെളുപ്പ്. അങ്ങനെയൊക്കെ പൊതുവെ ചിന്തിച്ചു പോകാനായിട്ടുള്ള ഒരു സാധ്യത നമുക്കെല്ലാം ഉണ്ട്. എന്നാൽ അത്ര അതുപോലെ വളരെ വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്ന ജീവിതങ്ങളെ കുറിച്ചല്ല കർത്താവ് പറയുന്നത് എന്ന് നമുക്ക് അല്പം കൂടി ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. തിരിച്ചറിയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള നിലയിൽ സമാനതകളുള്ള ജീവിതങ്ങളെ കുറിച്ച് തന്നെയാണ് കർത്താവ് അവിടെ പറയുന്നത്. പക്ഷെ അതിന്റെ വ്യത്യാസം വളരെ 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 ആഴത്തിലുള്ള വ്യത്യാസമാണെന്നും അത് പുറമെ നോക്കിയാൽ മനസ്സിലാവാൻ പറ്റാത്ത വിധം അത്രമാത്രം ആഴമേറിയതാണെന്നും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അവിടെയാണ് ഈ ആത്മീയത, അതിന്റെ യഥാർത്ഥ ആത്മീയതയും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ ഒരാളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അയാള് സഭയിൽ വളരെ സജീവമായിട്ട് പോകുന്ന ആള്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആള്, മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഇടപെടുന്ന മാന്യനായിട്ടുള്ള വ്യക്തി, സഹാനുഭൂതി കാണിക്കുന്ന വ്യക്തി, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തി, തിന്മകളോട് അകലം പാലിക്കുന്ന ഒരു വ്യക്തി, വളരെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന, സമയക്രമം വെച്ച് ജീവിക്കുന്ന വ്യക്തി. ഇങ്ങനെ പൊതുവിൽ ആത്മീയതയുടെ പൊതു മാനദണ്ഡങ്ങൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാം. മറുവശത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന, സഭയിൽ പോകാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എപ്പോഴും വഴക്ക് കൂടുന്ന, വെറുപ്പും വിദ്വേഷവും സൂക്ഷിക്കുന്ന, സമയം പാലിക്കാത്ത, അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാത്ത, ദൈവവചനം വായിക്കാത്ത, സുവിശേഷം പറയാത്ത ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യത്യാസം ആണ് എങ്കിൽ ഇതുപോലെ കർത്താവ് പറയേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, കർത്താവിന്റെ പ്രസംഗത്തിന്റെ ഒടുവിൽ കേട്ട ആളുകൾ അവരുടെ പ്രതികരണത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴാണ് അവർക്കത് എങ്ങനെയാണ് മനസ്സിലായത് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ, 28, 29 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവ് ഈ പ്രസംഗം അങ്ങനെ പ്രസംഗിച്ച് തീർന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം, കേട്ട ആളുകൾ അവര് വളരെ വലിയ അതിശയത്തിലായി എന്നതാണ്. അവര് വിസ്മയിച്ചു പോയി, അവർ ഞെട്ടിത്തരിച്ചു പോയി എന്നാണ്. അപ്പൊ കർത്താവ് രണ്ടു കൂട്ടം വളരെ പ്രകടമായിട്ട് വ്യത്യാസമുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇവർക്ക് വിസ്മയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. ഒരു കൂട്ടം ആളുകൾ നന്നായിട്ട് ജീവിക്കുന്നു, ഒരു കൂട്ടം ആളുകൾ മോശമായിട്ട് ജീവിക്കുന്നു. നന്നായിട്ട് ജീവിച്ചാൽ നല്ലത്, മോശമായിട്ട് ജീവിച്ചാൽ മോശം. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞു പോകുന്നതെങ്കിൽ നമുക്ക് ഇതിൽ വലിയ അതിശയം തോന്നില്ല. കാരണം ഇത് കർത്താവിന് മുമ്പുമുള്ള ആളുകൾ പറഞ്ഞതാണ്. പഴയ നിയമത്തിലും ഇതേപോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റു മതങ്ങളിലൊക്കെ നോക്കിയാലും ഇതേപോലെയുള്ള വ്യത്യാസം.
നല്ലവർ നന്നായിട്ട് ജീവിക്കുന്നു, മോശമായിട്ട് ജീവിക്കുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ മോശമായിട്ട് ജീവിക്കരുത്, നന്നായിട്ട് ജീവിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞു പോകുന്നതെങ്കിൽ അതുകൊണ്ട് എളുപ്പത്തിലുള്ള ഒരു പ്രസ്താവനയായിട്ട് തീർന്നേനെ. അതിശയിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എലമെന്റ് അതിൽ അങ്ങനെ അധികം ഉണ്ടാവുകയും എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് കേട്ട ആളുകൾ അതിശയിച്ചു പോയി. അവർക്കത് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇത് ഒരുപാട് സമാനതകളുള്ളതും കണ്ടാൽ വളരെ ഒരുപോലെ ഇരിക്കുന്നതുമായിട്ടുള്ള രണ്ട് ജീവിതങ്ങളെ കുറിച്ചാണ്, രണ്ട് ജീവിത പന്താവുകളെ കുറിച്ചാണ്, രണ്ട് സമീപനങ്ങളെ കുറിച്ചാണ് എന്നും, എന്നാൽ അതിന്റെ ആഴത്തിൽ, അതിന്റെ ഉള്ളിലാണ് ആ വ്യത്യാസം ഇരിക്കുന്നത് എന്നും കർത്താവ് പറഞ്ഞു കൊടുത്തു. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇത് എത്ര വലിയ അത്ഭുതം എന്നവർ, അല്ലെങ്കിൽ അതിശയത്തോടെ, അല്ലെങ്കിൽ ഒരു ഞെട്ടലോടെ അവർ ഇത് കേൾക്കാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവിന്റെ പല പ്രസ്താവനകൾക്കും ഈ സവിശേഷതയുണ്ട്. കർത്താവ് പറഞ്ഞു കഴിയുമ്പോഴേ നമ്മൾ പലപ്പോഴും അത് എളുപ്പത്തിൽ മനസ്സിലായി എന്ന് ചിന്തിക്കുമ്പോൾ ഈ ആളുകൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ച് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കുറച്ചും കൂടി അതിന്റെ കാര്യം മനസ്സിലാവും. കാരണം കർത്താവ് നേരിട്ട് പറഞ്ഞ അവരോടാണല്ലോ, അവരോട് പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് പിന്നീട് തന്നതാണല്ലോ. കർത്താവ് കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ, കർത്താവ് ശിഷ്യന്മാരുടെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞു. ശിഷ്യന്മാര് പരീക്ഷന്മാര് വിവാഹമോചനത്തെ കുറിച്ചുള്ള ചോദ്യവുമായിട്ടൊക്കെ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നു. കർത്താവ് വിവാഹത്തെ കുറിച്ച് പറഞ്ഞുള്ള പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് അതിനോട് പ്രതികരിച്ച രീതി നമുക്കറിയാമല്ലോ. ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന രീതിയിൽ വിവാഹത്തിന്റെ പവിത്രതയും അതിന്റെ സ്ഥിരതയും അത് ഒരു കാലത്ത് ലംഘിക്കപ്പെടാത്ത രീതിയിലുള്ള അതിന്റെ പ്രത്യേകതകളും അതിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ബോധവും ഒക്കെ ആളുകൾക്ക് കിട്ടിയപ്പോൾ അവർ അതിനോട് പ്രതികരിച്ചത് ഇത് വിവാഹം ഇങ്ങനെയെങ്കിലും വിവാഹം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിൽ അത്ര വലുതാണല്ലോ, അത്ര ശ്രേഷ്ഠമാണല്ലോ, അത്ര ഗംഭീരമാണല്ലോ, അത്ര സ്ഥിരമാണല്ലോ എന്നുള്ള നിലയിലുള്ള ഒരു പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന് ചിന്തിക്കാം. അപ്പം നമ്മൾക്ക് ചിന്തിക്കുന്ന പോലെ അത് എളുപ്പത്തിൽ വളരെ ലാഘവത്തിലുള്ള കാര്യമല്ല കർത്താവ് പറഞ്ഞു വെച്ചത്. ആ ആളുകളുടെ പ്രതികരണത്തിലാണ് വാസ്തവത്തിൽ അതിന്റെ ഈ കർത്താവ് പറഞ്ഞത് നമ്മൾ ഒറ്റയടിക്ക് വായിച്ചു പോകുമ്പോൾ മനസ്സിലാവുന്നതിന്റെ അപ്പുറത്തേക്കാണല്ലോ എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന കാര്യം അടങ്ങിയിരിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഈ ആളുകൾ അത്ഭുതത്തോടെ, അല്ലെങ്കിൽ അതിശയത്തോടെ, ഞെട്ടലോടെ, വിസ്മയത്തോടെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തുവെങ്കിൽ അതിന് വളരെ നമ്മൾ കാണുന്ന പോലെ പുറമേ ഉള്ളതിനപ്പുറത്തുള്ള ആഴം അതിനുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ അവിടെയാണ് നമുക്ക് ആത്മീയതയുടെ മറ്റൊരു വശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വശം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് വേഗത്തിൽ ഇങ്ങനെ പറയാം. ജീവിതത്തിന്റെ പ്രചോദനങ്ങൾ അത് ദൈവാത്മാവിനാലുള്ള പ്രചോദനങ്ങളായിരിക്കണം. ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രചോദനങ്ങൾ അത് ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം. ജീവിതത്തിന്റെ ലക്ഷ്യവും കാരണവും ദൈവത്തിന്റെ മഹത്വമായിട്ട് തീരണം. ആരംഭത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ജീവിതത്തിൽ ഏത് കാര്യവും ആരംഭിക്കുന്നതിന്റെ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഏത് കാര്യവും ആരംഭിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം വരുത്തിയ ജീവിത രൂപാന്തരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വീണ്ടും ജനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ആരംഭിക്കുന്നത്. ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കുകയും ദൈവത്തോടുള്ള സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുകയും, ലക്ഷ്യം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ശ്രേഷ്ഠതയും, ഗ്ലോറി ഓഫ് ഗോഡ് ആയിത്തീരുകയും ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉള്ളതും അത് ആത്മീയമായിട്ട് മാറുകയും ചെയ്യുന്നത് എന്നാണ് കർത്താവ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് രണ്ടും സമാനമാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരാൾ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റേ ആൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടു കൂട്ടരും ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ്. പ്രകടമായ രീതിയിൽ നോക്കിയാൽ, പുറമെ നോക്കിയാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം സമാനതയുണ്ട്. രണ്ട് വൃക്ഷങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ടല്ലോ. ഒരു വൃക്ഷത്തിന് ഫലമില്ലാത്തത്, അല്ലെങ്കിൽ അതിൽ കായ്കളൊന്നുമില്ലാത്ത വൃക്ഷമാണ്, മറ്റതിൽ കായ്കളുണ്ട്, നല്ല ഫലങ്ങളുണ്ട് എന്നായിരുന്നെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുമായിരുന്നു. ഒന്ന് ഫലം കായ്ക്കാത്ത വൃക്ഷം, മറ്റൊന്ന് ഫലമുള്ള വൃക്ഷം. പക്ഷെ രണ്ടിലും ഫലങ്ങളുണ്ട്, കണ്ടാലും ഒരുപോലെ ഇരിക്കും, സമാനതകളുണ്ട്. വഴികൾ, ഒന്ന് വഴിയല്ല മറ്റേതാണ് വഴി എന്ന് കർത്താവ് പറഞ്ഞില്ല. രണ്ടും വഴികളാണ്. മാത്രമല്ല ഒരു വഴി വളരെ മനോഹരമാണ്, വലുതുമാണ്, അത് ഒരുപാട് ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ ഉള്ള വഴികളാണ്. മറ്റത് കുറച്ച് ഇടുങ്ങിയതാണ്. അപ്പൊ ഇടുങ്ങിയ വഴിയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോ കാഴ്ചയിൽ എന്തുകൊണ്ടും നല്ലത് വലിയ വഴിയാണ്.
ആ, അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സമാനതയുള്ള കാര്യങ്ങളാ. കർത്താവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു, കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു, കർത്താവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ വളരെയധികം ആത്മീക പ്രവർത്തനങ്ങളില് ആ, വളരെ തീവ്രമായിട്ട് ഇടപെടുന്ന, വളരെ ഉത്സുകരായ, ആത്മീക ചൈതന്യമുള്ള എന്ന് തോന്നിപ്പിക്കുന്ന ആളുകളാണ് അവരൊക്കെ. അല്ലാതെ അവരെങ്ങനെ പള്ളി പിന്നെ സഭായോഗങ്ങൾക്ക് വരാത്തവരോ മാറി നിൽക്കുന്നവരോ ഒഴിവായി പോകുന്നവരോ അങ്ങനത്തെ മടിയന്മാരോ അലസന്മാരായിട്ടുള്ള ആളുകളല്ല. അവർ വളരെ പ്രവചിക്കുന്ന, പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എരിവോട് ജീവിക്കുന്ന ആളുകളാണ്. കർത്താവേ കർത്താവേ എന്നാണ് വിളിക്കുന്നത്. അവരുടെ തിയോളജിയിലൊക്കെ ഒരുപാട് സാമ്യമുണ്ട്. എന്ന് വെച്ചാൽ അവർ വിളിക്കുന്നതും കർത്താവിനെയാണ്. അവർ കർത്താവിന്റെ നാമത്തിനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും വളരെ പ്രകടമായ സമാനതകളുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവരുടെ പ്രചോദനത്തിൽ അവർക്ക് പ്രശ്നമുണ്ട്, അവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ അവർക്ക് പ്രശ്നമുണ്ട്, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നമുണ്ട്. അവർക്ക് പുറമേ ഉള്ള സമാനതയ്ക്ക് അപ്പുറത്ത് ആഴത്തിലുള്ള വ്യത്യാസങ്ങൾ വളരെ വലുതായിട്ട് വരികയാണ്. അതാണ് അങ്ങനെയുള്ള ഒരു വലിയ വ്യത്യാസത്തിലേക്ക് അവരെ കൊണ്ടുചെല്ലുന്നത്. അവരെ കുറിച്ച് കർത്താവ് പറയുന്നത്, അവര് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് അവർ അവസാനം കർത്താവ് പറയുന്ന ഒരു പ്രസ്താവന ഉണ്ടല്ലോ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ അവർ അവരുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പക്കൽ നിന്ന് നന്മ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ, ദൈവത്തിന്റെ പക്കൽ നിന്ന് അംഗീകാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നത് പോലെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവം എന്നെ സ്വീകരിക്കും, എന്നെ അംഗീകരിക്കും, കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ, ഇങ്ങനെയൊക്കെ ജീവിച്ചതല്ലേ എന്ന മട്ടിലാണ് അവർ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നത്. എന്നാൽ കർത്താവ് അവരോട് പറയുന്നത്, എനിക്ക് നീയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലല്ലോ, എനിക്ക് നിന്നെ അറിയില്ലല്ലോ എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കുകയും ദൈവത്തോടുള്ള സ്നേഹത്താൽ പ്രചോദിതമാവുകയും ദൈവനാമത്തിന്റെ മഹത്വം എന്നതിനപ്പുറം സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ ജീവിക്കുകയും ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം ജീവിതത്തിന്റെ ഏറ്റവും വലിയ താല്പര്യവും ലക്ഷ്യമായിട്ട് കാണുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥ ആത്മീയൻ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ നമ്മൾ പൊതുവെ ആത്മീക പ്രവർത്തനങ്ങൾ എന്ന് കാണുന്ന കാര്യങ്ങളല്ല ഒരുവൻ ആത്മീയനായിട്ട് തീർക്കുന്നത്. അത് എന്തിനു വേണ്ടി എന്നുള്ളതും, എന്ത് പ്രചോദനം കൊണ്ട് എന്നുള്ളതും, എന്ത് ലക്ഷ്യത്തിന് വേണ്ടി എന്നുള്ളതും, എന്ത് ആധാരത്തിൽ ആരംഭിച്ചു എന്നുള്ള കാര്യമൊക്കെ ഇതിനെ പ്രസക്തമാക്കി തീർക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. എന്ന് വെച്ചാൽ മറ്റൊരു ഭാഷയിൽ നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞാൽ ഇതിന്റെ പുറമേ ഉള്ള കാര്യങ്ങളും പ്രകടമായ കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് അതിന്റെ ഉള്ളിൽ, ആഴത്തിൽ, അതിന്റെ കേന്ദ്രത്തിൽ അത് ഒരു ആത്മീക വിഷയമായിട്ട് മാറുകയാണ്, ദൈവാത്മാവിന്റെ ഒരു കാര്യമായിട്ട് അത് മാറുകയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇതേപോലെ തന്നെ സമാനമാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യങ്ങളാണല്ലോ. ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് കർത്താവ് പൗലോസ് പറയുന്നതായിട്ടുള്ള വാക്കുകൾ അവിടെ പറയുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായിട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ മനസ്സലിവ് എന്നുള്ളതാണ് ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്നാണ് അവിടെ പറഞ്ഞത്. ദൈവത്തിന്റെ മനസ്സലിവ് എന്ന് പറഞ്ഞാൽ ദൈവം കർത്താവിലൂടെ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് ദൈവത്തിന്റെ മനസ്സലിവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മൾ കൊണ്ടുവരുന്നത്. വാസ്തവത്തിൽ ഓരോ ഞായറാഴ്ചയും നമ്മൾ കർത്താവിന്റെ മേശയുടെ ചുറ്റുമിരിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സലിവിനെ കുറിച്ചാണ് നമ്മൾ പ്രസ്താവിക്കുന്നത്. ദൈവം കാണിച്ച സൗമനസ്യത്തെ കുറിച്ച്, ദൈവം കാണിച്ച മഹാദയെ കുറിച്ച്, കരുണയെ കുറിച്ചൊക്കെയാണ് നമ്മൾ പ്രസ്താവിക്കുന്നത്. ആ പ്രചോദനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രതികരണമാണ് സ്വന്തം ജീവിതത്തെ യാഗമായി സമർപ്പിക്കാനായിട്ടുള്ള ആഹ്വാനം ആയിട്ട് അവിടെ കാണുന്നത്. അപ്പൊ അവിടെ വളരെ കൃത്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ, അത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതങ്ങളെ ഒരു യാഗമായി സമർപ്പിക്കും. ഈ യാഗമായിട്ട് സമർപ്പിക്കുമ്പോൾ ഒരു യാഗമൃഗത്തിന്റെ ഒരു പ്രത്യേകത, അതിന് ജീവനുണ്ട്, അതേസമയം തന്നെ അത് ഒരു യാഗമായിട്ട് തീരുകയും ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ സ്വന്തം താല്പര്യങ്ങളെയും സ്വന്തം ഇഷ്ടങ്ങളെയും
മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിനും ദൈവത്തിന്റെ ഇഷ്ടത്തിനും വേണ്ടി സ്വന്തം ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ ഒരു പ്രത്യേകത നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ദൈവം പ്രതീക്ഷിക്കുന്ന യഥാർത്ഥ ആത്മീയതയുടെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോ പ്രചോദനം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന്റെ ശക്തി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ആധാരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള പ്രസക്തി ഉണ്ട്. എന്ന് വെച്ചാൽ എന്തും ചെയ്താൽ കാര്യങ്ങൾ നടക്കുകയില്ല, അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ലതായിക്കോട്ടെ, പ്രകടമായ രീതിയിൽ നല്ലതായിക്കോട്ടെ, അതിന്റെ അപ്പുറത്തേക്ക് അത് എന്തിനു വേണ്ടി ചെയ്തുവെന്നും, എന്ത് പ്രചോദനത്താൽ ചെയ്തുവെന്നും, എന്ത് കാരണത്താൽ ചെയ്തുവെന്നും, എന്തായിരുന്നു അത് ചെയ്യുന്നതിന്റെ ലക്ഷ്യമെന്നും തുടങ്ങിയ കാര്യങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്നാണ് കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. 2 വീടുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ വേദഭാഗത്ത് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുമ്പോൾ 2 വീടുകൾ, അത് ഒരു വീട് തകർന്നു, ഒരു വീട് നിലനിന്നു. അപ്പോ കർത്താവ് അതിനെ കുറിച്ച് പറയുമ്പോൾ, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനാണ് മണലിന്മേൽ വീട് പണിത മനുഷ്യൻ എന്ന് കർത്താവ് പറയുകയാണ്. എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തോട് കാണിച്ച അനുസരണം, ആ അനുസരണത്തിന്റെ ശക്തി കൊണ്ടാണോ ആ മനുഷ്യൻ നിന്നത്? അനുസരണത്തിന്റെ ഉറപ്പാണോ ആ വീടിന്റെ സ്ഥിരതയുടെ ആധാരം? അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം അനുസരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലതാണ്. അനുസരണത്തിന്റെ ശക്തി കൊണ്ടല്ല ആ വീട് നിലനിന്നത്. അനുസരിക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും അദ്ദേഹത്തെ ചിന്തിപ്പിച്ചതും അനുസരണത്തിലേക്ക് നയിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഉൾക്കൊള്ളുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ അനുസരണം എന്ന് പറയുന്നത്. അതാണ് ആ ജീവിതത്തെ നിലനിർത്തിയതായ കാര്യം. നമ്മൾ പലപ്പോഴും നമ്മുടെ ശക്തിയും നമ്മുടെ ബലവും നമ്മുടെ അച്ചടക്കവും നമ്മുടെ നാം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ ഫ്രീക്വൻസിയും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടൊക്കെ കൂടുതൽ ആത്മീയരായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓർക്കുക, അതിന്റെ എല്ലാം അപ്പുറത്തേക്കാണ് ആത്മീയത വിരൽ ചൂണ്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാല് കർത്താവിന്റെ നമ്മള് വേദശാസ്ത്രപരമായിട്ട് പറയുന്ന 2 പ്രധാനപ്പെട്ട പ്രസ്താവനകളാണ്. ഒന്ന് ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിശദീകരണം എന്നുള്ള കാര്യം. ഇത് രണ്ടും, സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത് പ്രായോഗികമായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. വിശുദ്ധീകരണം എന്ന് വെച്ചാൽ നാം പ്രായോഗികമായിട്ട് വിശുദ്ധിയുള്ള ആളുകളായിട്ട് ജീവിക്കണം, പ്രായോഗിക ജീവിതത്തിൽ വിശുദ്ധിയുള്ള ആളുകളായിട്ട് ജീവിക്കണം. നീതീകരണം എന്ന് പറയുന്നത് ദൈവം യേശുക്രിസ്തുവിന്റെ നീതി എന്റെ മേലേക്ക് കണക്കിടുന്നതായിട്ടുള്ള കാര്യമാണ് എങ്കിൽ, വിശുദ്ധീകരണം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കുന്ന ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഓർക്കുക, ഇത് രണ്ടിനും വേണ്ടത് ദൈവകൃപയാണ് എന്നുള്ളത് മറന്നു പോകരുത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗത്താൽ മാത്രമാണ് നീതീകരണവും വിശദീകരണവും സാധ്യമാകുന്നത്. അത് വിശ്വാസത്താൽ മാത്രമാണ്, വിശ്വാസത്തിന്റെ വഴിയിലൂടെ മാത്രമാണ് അത് നടക്കുന്നത്. അത് കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് പ്രായോഗികമായിട്ട് തീരുന്നത്. ദൈവനാമ മഹത്വം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴേ അത് ശരിയാവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് ദൈവത്തിന്റെ നീതീകരണമായിക്കൊള്ളട്ടെ, ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന വിശദീകരണമായിക്കൊള്ളട്ടെ, രണ്ടിലും ദൈവത്തിന്റെ കൃപയും കർത്താവിന്റെ പാപപരിഹാര യാഗവും വിശ്വാസവും ദൈവത്തിന്റെ മഹത്വവും ഒക്കെയാണ് ഉൾപ്പെട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ അതാണ് യഥാർത്ഥ ആത്മീയതയുടെ ആധാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് അതിന്റെ വ്യത്യാസം വളരെ പ്രകടമായിട്ട് വരികയും ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാം. അപ്പൊ നമ്മള് സാധാരണ മനുഷ്യർക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത് പൊതുവിൽ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആത്മീയതയെ നിർവഹിക്കാനും, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ ആൾ ആത്മീയൻ, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാത്ത ആൾ അത്ര ആത്മീയനല്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിയിലും യുക്തിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം. എന്നാൽ കർത്താവ് അതിനെ കാണുന്നത് എത്രയോ വ്യത്യസ്തമായിട്ടാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഈ മിക്സപ്പ് വരുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ്. അവിടെയാണത് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതും എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മള് നീതീകരണവുമായിട്ട് അല്ലെങ്കിൽ നീതി എന്നുള്ള ആശയവുമായിട്ട് ബന്ധിപ്പിച്ച് ഇതിനെ നമ്മൾ ചിന്തിക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ടത്
എന്ന് വെച്ചാൽ സ്വയനീതിയും ദൈവത്തിന്റെ നീതിയും എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ സ്വയനീതീകരണത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ പൊതുവെ മറ്റുള്ള മതങ്ങളിൽപ്പെട്ട ആളുകൾ, രക്ഷിക്കപ്പെടാത്ത ആളുകളൊക്കെ സ്വയനീതിയുടെ ആളുകളാണ് എന്നാണ് നമ്മൾ പൊതുവെ അവരെ കുറിച്ച് പറയാറ്. അത് ശരിയുമാണ്. എന്നാൽ ഈ സ്വയനീതീകരണം എന്നുള്ളത് മറ്റ് മതങ്ങൾ, ക്രൈസ്തവേതര മതങ്ങളുടെ മാത്രം സവിശേഷതയാണെന്ന് ചിന്തിച്ചു പോകരുത്. സ്വയനീതീകരണം ക്രൈസ്തവർക്ക് പറ്റാവുന്ന വലിയ അപകടമാണ്. നമുക്കും കർത്താവിൽ ആരംഭിച്ച ശേഷം നമ്മുടെ സ്വയം നീതിയിൽ ആശ്രയിച്ചും അതിൽ ആധാരമാക്കിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നമ്മളൊക്കെ ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ നടത്തിക്കൊണ്ട് പോകുന്ന അപകടം നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞു, ഈ സ്വയനീതീകരണം എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ്. അങ്ങനെയാണ് അവൻ ജീവിക്കുന്നത്. അവനിൽ തന്നെ അവന്റെ ജീവിതത്തിന്റെ സ്വത്വം കണ്ടെത്താൻ, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ, അവന്റെ പ്രവർത്തനങ്ങളിൽ അവന്റെ മൂല്യവും അവന്റെ വിലയും കണ്ടെത്താൻ, അവന്റെ നേട്ടങ്ങളിൽ അഭിരമിക്കാൻ ഒക്കെയാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്. അതെല്ലാ കാലത്തും എല്ലാ മനുഷ്യന്റെയും പ്രശ്നമാണ്. അപ്പോ അത് അങ്ങനെയാണ് മനുഷ്യൻ ജന്മനാ തന്നെ എങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്ന് ക്രിസ്തുവിന്റെ നീതിയിലേക്ക് എനിക്കില്ല എന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്നും ഞാനല്ലെന്നും ക്രിസ്തുവാണെന്നും തിരിച്ചറിയുന്നതിലേക്കുള്ള വളർച്ചയാണ് ആത്മീയതയിലുള്ള വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള വളർച്ചയാണ്. എപ്പോഴും നാം നമ്മെ തന്നെ പരിശോധിക്കുകയും തിരിച്ചറിയുകയും എവിടെയാണ് മാറിപ്പോകുന്നത് എന്ന് നമ്മെ വളരെ ഞെട്ടലോടെ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിട്ട് അതിരിക്കുകയാണ് എന്ന് നമുക്ക് ഈ സമയത്ത് ചിന്തിക്കാം. രണ്ട് വ്യക്തികളെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. കർത്താവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള രണ്ട് വ്യക്തികൾ, നമുക്ക് പരിചയമുള്ള രണ്ട് വ്യക്തികൾ. ഒന്ന് സാക്ഷാൽ പത്രോസ് അപ്പസ്തോലനാണ്. അപ്പസ്തോല ഗണത്തിൽ ഒന്നാമനായിട്ട് എല്ലാ ലിസ്റ്റിലും വരുന്ന വ്യക്തിയാണല്ലോ അപ്പസ്തോലന്റെ പോലെ പത്രോസ്. രണ്ടാമത്തെ വ്യക്തി അതിലെ ഏറ്റവും അവസാന പേരുകാരനായിട്ടുള്ള യൂദാസ് ഇസ്കറിയാത്ത എന്ന വ്യക്തിയാണ്. ഈ രണ്ട് വ്യക്തികളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഇവരുടെ ജീവിതത്തിന്റെ യാത്രയിൽ അവർ കർത്താവിന് കൂടെ നടന്ന സമയത്ത് ഒക്കെ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാല് ഈ ഒരു വ്യത്യാസം നമുക്ക് കുറച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് സമാനതകൾ അവർ തമ്മിലുണ്ട്. കാരണം അവര് ഒരേ കാര്യങ്ങൾ കേട്ട് ഒരേ ഗുരുവിന്റെ ഒപ്പം ജീവിച്ച് ഒരേ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ്. അവർക്ക് സമാനതകൾ ഏറെയുണ്ട്. പ്രകടമായ രീതിയിൽ അവർ ചെയ്ത കാര്യങ്ങൾക്ക് വളരെ സാമ്യമുണ്ട് എന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ പലപ്പോഴും യുവദാസിനെ കുറിച്ച് പല ആളുകളും ചിന്തിക്കുന്നത് യുവദാസ് മഹാ തെമ്മാടിയായിട്ടുള്ള മനുഷ്യനാണെന്നൊക്കെയാണ്. അങ്ങനെ ചിന്തിക്കാൻ ന്യായമൊന്നുമില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന, മറ്റുള്ളവരോട് അടിയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളെ കർത്താവിനെ കൂടെ കൊണ്ട് നടക്കുകയില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാഴ്ചയിലും പൊതുവിലുള്ള പ്രകടനമായ രീതിയിലും ഒക്കെ നല്ല മാന്യനായ വ്യക്തിയായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യക്തി എന്ന് ആർക്കും തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒപ്പം നടന്ന വ്യക്തിയാണ് യൂദാസ്. മാത്രമല്ല ഇവരുടെ പ്രവർത്തികൾ നോക്കിയാലും ഒരുപാട് സമാനതകൾ പല മേഖലകളിലും കാണാൻ സാധിക്കും. പത്രോസിന്റെ ജീവിതത്തിൽ നമുക്കറിയാലോ, പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു പരാജയം എന്നുള്ളത് കർത്താവിനെ തള്ളിപ്പറയുന്ന രംഗമാണ്. കർത്താവിന്റെ കൂടെ നടക്കുകയും ഞാൻ കർത്താവിന്റെ കൂടെ ഉണ്ടാവുമെന്ന് ആണയിടുകയും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മാറിപ്പോവുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയൊക്കെ ചെയ്ത മനുഷ്യൻ അവസാനം വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുകയും കർത്താവിനെ തള്ളിപ്പറയുകയും ഒന്നല്ല രണ്ടല്ല 3 തവണ അങ്ങനെ തള്ളിപ്പറയുകയും പ്രാകുകയും ചെയ്യുന്നതായിട്ടുള്ള ദയനീയമായിട്ടുള്ള രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. എന്തൊരു വലിയ പരാജയമാണ്, എന്ത് വലിയ ദുരന്തമാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. മറുവശത്ത് നോക്കുക, യൂദാസിന്റെ കാര്യം എടുത്ത് നോക്കുക. യൂദാസും കർത്താവിനെ തള്ളിപ്പറയുകയല്ലേ ചെയ്തത്, കർത്താവിനെ ഉപേക്ഷിക്കുകയല്ലേ ചെയ്തത്, കർത്താവിനെ വേണ്ടെന്ന് വെക്കുകയല്ലേ ചെയ്തത്. അപ്പൊ അതിലും ഒരു സമാനത നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരാൾ തിരിച്ചു വന്നു, മറ്റേയാൾ തിരിച്ചു വന്നില്ല. കാരണം സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ആ ദുരന്തത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് എനിക്ക് എന്നിൽ തന്നെ യാതൊരു നന്മയുമില്ലെന്നും എന്റെ ശക്തി കൊണ്ട് എനിക്കിത് സാധിക്കുകയില്ലെന്നും കർത്താവെ നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ, ഞാനിതാ നിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നു, എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപത്തെ നീ ക്ഷമിച്ചു തരണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലുന്ന പത്രോസ് നമുക്ക് കാണാൻ സാധിക്കും. ആ പത്രോസിന്റെ തിരിച്ചുവരവിൽ ശരിയായിട്ടുള്ള ആത്മീയതയുടെ ഏറ്റവും വലിയ പ്രകടമായിട്ടുള്ള ഭാവം നമുക്ക് കാണാം. തെറ്റില്ലാത്തതും ഇമ്പക്കബിൾ ആയിട്ടുള്ള ഒരു ജീവിതവും ഒന്നും അല്ല ആത്മീയതയുടെ യഥാർത്ഥ ആത്മീയതയുടെ അടിത്തറ.
ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരുന്ന നമ്മളെ പോലെയുള്ള മനുഷ്യരുടെ പ്രതിനിധിയായിട്ടാണ് പത്രോസ് അവിടെ നിൽക്കുന്നത്. അതിനേക്കാളൊക്കെ അതുപോലെ തന്നെയാണ് നമ്മളും കർത്താവിനെ പല സമയത്തും തള്ളിപ്പറയുകയും ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളിൽ സ്വന്തം ശ്രമങ്ങൾ കൊണ്ട് പരിഹാരം വരുത്താനല്ല, കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരികെ ചെന്ന് കർത്താവ് തന്നെയാണ് ശരണമെന്ന് തിരിച്ചറിയുന്ന പത്രോസ് ആത്മീയനായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ മറുവശത്ത് അങ്ങനെ ഒരു ശ്രമം നടത്താത്ത, പരാജയപ്പെടുന്ന, വലിയ ദുരന്തത്തിലേക്ക് ജീവിതം അവസാനിപ്പിക്കുന്ന യൂദാസിനെയും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വലിയ വ്യത്യാസം, ആ വലിയ വ്യത്യാസം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് ഒരേ സാഹചര്യങ്ങളിൽ ഒരേപോലെ ജീവിച്ച് ഒരേപോലെയുള്ള പ്രകടമായ കാര്യങ്ങൾ ചെയ്ത് പോയ രണ്ട് മനുഷ്യർ തമ്മിലുള്ള വലിയൊരു വ്യത്യാസത്തെ കുറിച്ചാണ്. അപ്പൊ ആത്മീയന്റെ മറ്റൊരു വലിയ സവിശേഷത നമുക്ക് കാണാൻ സാധിക്കും. അവൻ തെറ്റില്ലാത്തവൻ, പാപമില്ലാത്തവൻ, ഒരു പ്രശ്നത്തിൽ ചെന്ന് അകപ്പെടാത്തവൻ എന്നുള്ള നിലയിൽ ജീവിക്കുന്നവനല്ല. തെറ്റുകളും കുറ്റങ്ങളും വരികയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യനാണ്, സാധാരണ മനുഷ്യനാണ്, ചോരയും നീരുമുള്ള മനുഷ്യനായിട്ടിരിക്കുമ്പോൾ തന്നെ തിരിച്ചു വരവിനുള്ള വഴി എന്താണെന്ന് അറിയുന്ന ഒരു മനുഷ്യനാണ് ആത്മീയൻ. കർത്താവിന്റെ സന്നിധിയിലേക്കാണ് പാപമോചനം ഉള്ളതെന്നും അവന്റെ സന്നിധിയിലേക്ക് ചെന്ന് ഞാൻ ആയിരിക്കുന്ന പോലെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലതെന്നും ഈ ആത്മീയനായ മനുഷ്യൻ തിരിച്ചറിയുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോ അതാണ് ഒരു ആത്മീയന്റെ മറ്റൊരു സവിശേഷതയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വേറെ രണ്ട് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അവർ എമ്മാവസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരാണ്. അതും നല്ല ആത്മീയതയുടെ ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് എടുക്കാം. ആ മനുഷ്യര് ഇതേപോലെ തന്നെ പരാജയപ്പെട്ട രണ്ട് മനുഷ്യരാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പ്രത്യക്ഷനായി, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്തയൊക്കെ ഇങ്ങനെ പരക്കുന്ന സമയത്ത്, മറ്റുള്ളവർ അതിനെക്കുറിച്ച് ആഘോഷിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഓടി സങ്കടപ്പെട്ട് തിരിച്ചു പോകുന്ന രണ്ട് മനുഷ്യരാണ് അവര്. എന്നാൽ അവരുടെ ഇടയിലേക്ക് കർത്താവ് തിരിച്ചു വരുന്നു. അവരുടെ ഇടയിലേക്ക് കർത്താവ് അവരുടെ മൂന്നാമത്തെ ഒരു വ്യക്തിയായിട്ട് അവരുടെ ഒപ്പം നടക്കുന്നു. കർത്താവ് അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നു. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ. അവർ പറയുന്ന ഒരു കാര്യം, കർത്താവ് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ കത്തിക്കൊണ്ടിരുന്നു എന്നാണ്. ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് പറ്റിയ അപകടവും അബദ്ധവും തിരിച്ചറിയുകയും ഇതാണ് സത്യം എന്നുള്ള ബോധ്യത്തിലേക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് തിരികെ ചെല്ലുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തിരിച്ചറിയുകയും ചെയ്ത ആ രണ്ട് മനുഷ്യരെ കുറിച്ച് നമുക്ക് വായിക്കുന്നുണ്ട്. അവര് വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നു. അപ്പോൾ ദൈവവചനത്തോട് ഉള്ള ഒരു പ്രതികരണം എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം നമുക്കവിടെ കാണാൻ സാധിക്കും. ദൈവവചനം പറയുന്നത് കേൾക്കാനും ദൈവവചനം നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവാനും ദൈവവചനം സംസാരിക്കുമ്പോൾ അതിനോട് വിധേയപ്പെടാനും ഒക്കെയുള്ള ഒരു മനസ്സ് ആത്മീയന്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമുക്കങ്ങനെ വലിയ ലിസ്റ്റ് ആത്മീയന്റെ ലിസ്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് എല്ലാത്തിനെ കുറിച്ചും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തെ ഒന്ന് ഉപസംഹരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. നമ്മുടെ സമയമായല്ലോ. അപ്പോൾ ആത്മീയൻ, ദൈവത്തിന്റെ ആത്മീയത, മനുഷ്യന്റെ ആത്മീയത എന്നുള്ള ആ വിഷയത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ച കാര്യം യഥാർത്ഥ ആത്മീയത എന്ത് എന്നുള്ളതാണ്. ആത്മീയത ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട, ഒരുപാട് വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായ ഒരു വിഷയമാണ്. നമ്മൾ മറ്റുള്ളവരുടെ ആത്മീയതയെ അതിനെ പ്രകടനാത്മകമെന്നും അത് മതഭക്തി എന്നും ഒക്കെ ആക്ഷേപിക്കുമ്പോൾ, അതിൽ കഴമ്പില്ല എന്നൊക്കെ പറഞ്ഞ് നാം അവരെ കളിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതേ അപകടം നമുക്കും സാധ്യമാണ് എന്ന്, അതേ അപകടത്തിന്റെ അല്ലെങ്കിൽ അതേ പ്രശ്നത്തിന്റെ ഇരകളായിട്ട് നമ്മളും തീർന്നേക്കാം എന്ന് നമ്മൾ പലപ്പോഴും ഓർക്കുന്നില്ല. എന്നാൽ ക്രൈസ്തവ ഗോളത്തിൽ യഥാർത്ഥ ക്രൈസ്തവ എന്ന് അഭിമാനിക്കുന്ന ആളുകളുടെ ഇടയിലും ഈ ഒരു വേർതിരിവിന് സാധ്യതയുണ്ട്, ഈ ഒരു വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് കർത്താവ് വളരെ ശക്തമായിട്ട് അപ്പോസ്തലനും കർത്താവ് ഒക്കെ പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾക്ക് ഓർക്കാം. അപ്പോൾ കർത്താവ് മലയിലെ പ്രസംഗത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള ആ വ്യത്യാസം സമാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഉള്ളിൽ പോലും എന്തിന് വേണ്ടി ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്തായിരുന്നു പ്രേരക ഘടകം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എന്തിന്റെ ആധാരത്തിലാണ് അവർ ആരംഭിച്ചത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്.
അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊന്നും നിലനിൽക്കാത്ത കാര്യങ്ങളാണ്. അതൊക്കെ ആത്മീയതയുടെ പുറംമോടികൾ ഉണ്ടെങ്കിലും ആഴത്തിൽ ആത്മീയ ആയിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ കാര്യങ്ങളല്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവുള്ളവനാണ് ആത്മീയൻ. ദൈവാത്മാവിനാൽ വീണ്ടും ജനിപ്പിക്കപ്പെടുന്നവനാണ് ആത്മീയനായിട്ട് ജീവിക്കാൻ സാധിക്കുക. അപ്പൊ അതിൽ തുടങ്ങി ദൈവാത്മാവിനാൽ പ്രേരിതനായി, ദൈവസ്നേഹത്താൽ പ്രചോദിതനായി, ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന, കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവനാണ് ആത്മീയൻ. അപ്പോ അത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും അതൊരു പക്ഷെ അവസാനം കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ മാത്രമേ വെളിപ്പെട്ട് വരികയുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോ അതാണ് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റോമാലേഖനത്തിൽ നമ്മൾ കണ്ട വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞത്, ജീവനുള്ള യാഗങ്ങളായിട്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ തീരണമെന്നും അതിന് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ദൈവത്തിന്റെ കർത്താവിന്റെ മനസ്സിലുമാണെന്നും നമ്മൾ ഓർത്തു. അതാണ് ആത്മീയതയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ ജീവിതത്തിന്റെയും പ്രവൃത്തികളുടെയും സമാനതകൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വീണ്ടും ജനിപ്പിച്ചതിന്റെ ആധാരത്തിൽ, നമ്മിൽ വരുത്തിയ രൂപാന്തരത്തിന്റെ ആധാരത്തിൽ, ദൈവത്തോടുള്ള സ്നേഹത്താൽ പ്രചോദിതരായി ദൈവനാമ മഹത്വം എന്നുള്ള വലിയ ലക്ഷ്യത്തെ മുൻനിർത്തി ജീവിക്കുന്ന ഒരുവനാണ് ആത്മീയൻ. അവൻ തെറ്റുവരുത്താത്തവൻ എന്നുള്ള നിലയിൽ ജീവിക്കുന്നവനല്ല, കുറവുകളൊന്നും ഇല്ലാത്തവനല്ല, പരാജയങ്ങൾ സംഭവിക്കാത്തവനല്ല, തെറ്റിപ്പോകാത്തവനും വീഴാത്തവനുമല്ല. തെറ്റുകയും വീഴുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും എങ്ങനെയാണ് അതിന് പരിഹാരം വരുത്തേണ്ടതെന്നും അതിന് ഉത്തരം എവിടെ ലഭിക്കുമെന്നും പാപക്ഷമയുടെ മാർഗം എന്തെന്നും തിരിച്ചറിയുന്നവരാണ്. പത്രോസിന്റെ ജീവിതത്തിലും യൂദാസിന്റെ ജീവിതത്തിലും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം അതാണ്. അവസാനം അവർ രണ്ടുപേരും ഒരേപോലെ ജീവിച്ച് ഒരേ സമാനമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്ത് രണ്ട് നിത്യതയിലേക്ക്, അല്ലെങ്കിൽ രണ്ട് വലിയ ഭാഗധേയങ്ങളിലേക്ക് പോകുന്ന കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഒരു വലിയ വ്യത്യാസം വരുത്തുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ദൈവത്തിന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും യൂദാസിന് സാധിച്ചില്ല എന്നുള്ളതാണ് സങ്കടമായിട്ടുള്ള കാര്യം. പത്രോസ് നമുക്ക് വലിയ ഒരു പ്രോത്സാഹനമായിട്ട് അവിടെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്, അവർ ദൈവവചനത്താൽ പ്രചോദിപ്പിക്കേണ്ട മനുഷ്യരാണ്. ദൈവവചനം അവരോട് പറയുന്നത് കേൾക്കാനായിട്ടും അത് കേട്ടപ്പോൾ അതിനോട് പ്രതികരിക്കാനായിട്ടും അതിനാൽ ജ്വലിപ്പിക്കപ്പെട്ട ഒരു പ്രവൃത്തികൾ ചെയ്യാനായിട്ടും അവര് തയ്യാറായി എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ആത്മീയതയുടെ മറ്റൊരു വലിയ മുഖമുദ്ര എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇത് എന്നോട് ദൈവം സംസാരിക്കുന്നതാണെന്ന് തിരിച്ചറിയാനും അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനും സാധിക്കുക എന്നുള്ളത് ആത്മീയതയുടെ വലിയൊരു സവിശേഷതയാണ്. ദൈവത്തിന്റെ വചനം ഇന്നും സംസാരിക്കുകയും ഇന്നും നമ്മോട് വളരെ കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, സംസാരിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെ പ്രതികരിക്കുന്ന വ്യക്തിയാണ് ആത്മീയനായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വ്യത്യാസം, ആ വ്യത്യാസമാണ് ജീവിതത്തിന്റെ ഭാവങ്ങളായിട്ട് തീരുന്നത്. അതിന് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ആത്മാവിന്റെ ഫലം എന്നാണ്. ആത്മാവിന്റെ ഫലം, ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്നു. അവിടെ ഒരു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു ആത്മീയനായിട്ടുള്ള മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ശരിയായിട്ടുള്ള ആത്മീയതയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാവങ്ങളും പ്രത്യേകതകളും സവിശേഷതകളും അവനിൽ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്ന ഗുണങ്ങളും ഒക്കെ ആയിട്ട് അത് തീരുകയാണ്. അപ്പോ ഇതാണ് ആത്മീയതയുടെ, യഥാർത്ഥ ആത്മീയതയുടെയും മനുഷ്യൻ ചിന്തിക്കുന്ന ആത്മീയതയുടെയും വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ആത്മീയത മനുഷ്യൻ നിർവചിക്കുന്ന ആത്മീയതയുണ്ട്, ദൈവം കാണുന്ന ആത്മീയതയുണ്ട്. രണ്ടും രണ്ടാണ്, രണ്ടും വളരെ വിഭിന്നമാണ്. മനുഷ്യൻ പുറമേ കാണുന്നത് കൊണ്ടും പുറമേ ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുകയും ഒരാളെ ആത്മീയനെന്നും മറ്റേയാളെ ആത്മീയനല്ല എന്നൊക്കെ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ
ദൈവം അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ യഥാർത്ഥ ആത്മീയത തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ ആത്മീയതയുടെ വഴികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. യഥാർത്ഥ ആത്മീയത എന്താണെന്നും ആരാണ് ആത്മീയനെന്നും ഒക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് കണ്ണു തുറപ്പിക്കുന്ന നിലയിൽ പറയുവാൻ ദൈവം സഹായിച്ചല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്ന ആത്മീയതയുടെ അളവുകോൽ അല്ല ദൈവത്തിന്റെ മാനദണ്ഡമെന്ന് നമുക്ക് ഈ വിഷയാവതരണത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചു. അതിനെ സഹായിച്ചത് ഓർത്ത് ഒരിക്കൽ കൂടെ പിന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ഈ വിധത്തിലുള്ള ആഴത്തിലുള്ള ഇൻസൈറ്റ്സ് നൽകിയല്ലോ. ദൈവ സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെട്ടിട്ട് ദൈവ മഹത്വത്തിനായിട്ട് തീരുന്ന ജീവിക്കുന്ന ജീവിതങ്ങൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങനെ ആരംഭിച്ച ജീവിതത്തില് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുന്ന ജീവിതം, അത് ആത്മീയ ജീവിതമാണ് എന്ന് നമ്മൾ കേൾക്കുവാനിടയായല്ലോ. ദൈവത്തിനെല്ലാം മഹത്വം കൊടുക്കാം. തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയൊന്നും ഒരുപക്ഷെ നമ്മൾ ഈ ഇന്നത്തെ കേൾവിക്കാരിലെ ശ്രോതാക്കളിൽ ഒരുപക്ഷെ ഇത്രയും അറിഞ്ഞ ആളുകൾ ഒരുപക്ഷെ കണ്ടു എന്ന് വന്നാക്കാം. എങ്കിലും കുറച്ചുപേരെങ്കിലും ഇതേക്കുറിച്ച് ഈ ചിന്തകൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങളും കാണും എന്നെനിക്കറിയാം. അതൊക്കെ ചോദിക്കാനും അതിനുള്ള ഉത്തരം ലഭിക്കുവാനും ഒക്കെയുള്ള നല്ല അവസരങ്ങൾ ഇനിയും ഉണ്ട്.